വാട്ട് ഇഫിൻ്റെ സീസൺ 2 ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അതായത് 9 എപ്പിസോഡ്സാണ് ടോട്ടൽ ഉള്ളത്. സോ 9ാമത്തെ എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ആയിട്ട് കണ്ടു തീർത്തിട്ടുള്ളൂ. ഒന്നും പറയില്ല, മൊത്തത്തിൽ ടോട്ടൽ ഒരു പാക്കേജ് തന്നെയാണ് ഈ സീരീസ്. അതായത് ഫസ്റ്റ് വാട്ട് ഇഫ് സീസൺ പറഞ്ഞാൽ കണ്ടവർക്ക് അറിയാം ആ ഒരു സീസൺ എങ്ങനെയാണെന്ന്. അതായത് നോൺ ലീനിയർ ആണ് ഓരോ എപ്പിസോഡും. സോ എല്ലാ എപ്പിസോഡും നോൺ ലീനിയർ ആണെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ലാസ്റ്റ് എപ്പിസോഡിലേക്കെല്ലാം എത്തുമ്പോൾ എല്ലാം കൂടി കണക്ട് ആയിട്ട് വരുന്നുണ്ട് സീസൺ 1. അതേപോലത്തെ ടോൺ തന്നെയാണ് ഈ വാട്ട് ഇഫ് സീസൺ 2 എടുത്തത്. അത് കുറേ അധികം നോൺ ലീനിയർ ആയിട്ടുള്ള കഥകൾ ഇങ്ങനെ തന്നെ ഓരോ എപ്പിസോഡിലും പറഞ്ഞു പോകുന്നത് ലാസ്റ്റ് എല്ലാം കൂടി കൾമിനേറ്റ് എല്ലാം കണക്ട് ആയിട്ട് വരുന്നത്. സോ അങ്ങനത്തെ സംഭവം തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ ഒരു രക്ഷയില്ല എന്ന് വേണം പറയാം. അതായത് സീസൺ 1നെക്കാട്ട് ചില സമയം മികച്ച് നിൽക്കുന്നുണ്ട് ഈ ഒരു സീസൺ 2. അത് പറഞ്ഞേ പറ്റും കേട്ടോ. സീസൺ 1 ഡയറക്റ്റ് സീക്വൽ തന്നെയാണ് ഇതായിട്ട് വരുന്നത്. അതായത് സീസണിൽ കണ്ട ആ ഒരു സുപ്രീം സ്റ്റേജും ആ ഒരു പെഗി കാർട്ടറൊക്കെ ഇതിനകത്ത് റിട്ടേൺ ആയി വരുന്നുണ്ട്. എനിക്കൊണ്ട് പെഗി കാർട്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ സീസൺ 2 കൊടുത്തിട്ടുള്ളത്. പിന്നെ സുപ്രീം സ്റ്റേജ് ഉണ്ട്. സുപ്രീം സ്റ്റേജ് ഇടക്കിടക്ക് വന്നുകൊണ്ട് ലാസ്റ്റ് എപ്പിസോഡിൽ വന്നുകൊണ്ട് പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു ക്ലൈമാക്സ് സീക്വൻസ് ആ ഒരു സീൻ കണ്ടപ്പോൾ ശരിക്കും രോമൽ എണീറ്റുന്നത്. സത്യം പറയാലോ, ആ ഒരു സീനിലേക്ക് എത്തുന്നവരെ നിങ്ങൾ പിടിച്ചിരുത്തും. പിന്നെ ആ ഒരു സീൻ കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന സീൻ, അത് സ്പോയിലറാണ്, മെഗാ സ്പോയിലർ സാധനം തന്നെയാണ്. ഇന്ന് ഇറങ്ങിയ എപ്പിസോഡിൽ ആ ഒരു ക്ലൈമാക്സ് സീക്വൻസ് ശരിക്കും പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെ. ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഈ ഒരു വാട്ട് ഇഫ് എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ തുടങ്ങിയ പാഠം നല്ല ഗംഭീരമാക്കിയിട്ടാണ് ഈ ഒരു വാട്ട് ഇഫിന്റെ സീസൺ 2 തുടങ്ങിയത്. ഓരോ എപ്പിസോഡ് അത്ര നല്ല ഹൈലി എൻഗേജിംഗ് ആക്കിയിട്ടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് ഓരോ എപ്പിസോഡിന് ഓരോ പ്രത്യേക രണ്ടിൽ ആദ്യം നെബുലേനെ ചാപ്റ്റർ കാണിക്കുന്നു, സെക്കൻഡ് വേറൊരു ചാപ്റ്റർ കാണിക്കുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള നോൺ ലീനിയർ ചാപ്റ്റർ ഞാൻ എല്ലാത്തിനും കാണിച്ചു പോകുന്നത്. സോ അങ്ങനെയൊക്കെ കാണിച്ച് പിന്നെ അങ്ങോട്ട് ഓരോ എപ്പിസോഡ് വരുമ്പോൾ വേറെ ടെറയിലേക്ക് ഒരു ജോണർ ഷിഫ്റ്റ് ആകുന്നുണ്ട്. ആ മുന്നത്തെ വാട്ട് ഇഫ് സീസൺ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെയാണ് ഷിഫ്റ്റ് ആവുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. അത് നിങ്ങൾ കണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഒരു പുതിയ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കഹോരി എന്ന് പറഞ്ഞൊരു പുതിയൊരു ക്യാരക്ടർ ഈ ഒരു വാട്ട് ഇഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ മാർവൽ സ്റ്റുഡിയോസിൽ വരാൻ പോകുന്ന ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അതൊരു നമ്മളെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലെ അമേരിക്കൻ ഷാവേഴ്സ് ഒരു ക്യാരക്ടർ ഉണ്ട്. സോ ആ ഒരു ക്യാരക്ടറായിട്ട് ലിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ. ആ ഒരു ക്യാരക്ടറിന്റെ പവേഴ്സും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. സോ അങ്ങനത്തെ ഒരു നല്ലൊരു ലിങ്ക് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറിനെ. സോ ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു ഇമ്പോർട്ടൻസ് ഈ സീസണിൽ കൊടുത്തിട്ടുണ്ട്. മേ ബി ഫ്യൂച്ചറിൽ നല്ല തന്നെ ഒരു ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നല്ല സാധ്യതയുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാണാൻ ഗംഭീരം തന്നെയാണ്. പിന്നെ ഈ സീസണിലെ ആനിമേഷൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആനിമേഷൻ്റെ കാര്യത്തിൽ ഒരു ഗംഭീരം തന്നെയാണ്. ഒരു ഡിഫറെൻ്റ് ആയുള്ള ആനിമേഷൻ തന്നെയാണ്. അതായത് വാട്ട് ഇഫ് സീസൺ 1 എങ്ങനെയാണോ കൊണ്ട് അതേ രീതിയിലുള്ള ആനിമേഷൻ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. ആനിമേഷൻ ഗംഭീരം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യമായാലും ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്ന കാര്യത്തിലായാലും ഗംഭീരം തന്നെയാണ്. ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡിലാണ് ഒരു ഗംഭീര ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും വെച്ചത്. ആ ഒരു ലാസ്റ്റ് എല്ലാം കൂടി കണക്ട് ആക്കിയിട്ട് എല്ലാവരും ക്യാരക്ടേഴ്സും കൂടി ഒന്നിക്കുന്ന ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആൻഡ് പെക്കി കാർട്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. സീസൺ 1 എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ ഇതിനകത്ത് അതിനെക്കാട്ടും നല്ല ഇമ്പോർട്ടൻസ് ഈ ഒരു സീസണിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലോക്കി കഴിഞ്ഞാൽ നല്ല ഇരിക്കാൻ ഒരു ഗംഭീര എന്തെങ്കിലും കൊടുത്തത്. അതേപോലെ തന്നെ പെക്കി കാർട്ടർ നല്ല ഇരിക്കനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ അതിനായിട്ട് MCന്റെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഗൂസ് ബംസ് വരുന്ന രീതിയിലേക്കാണ് ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും മികച്ചൊരു ക്യാരക്ടർ എന്ന് തോന്നിയത് സുപ്രീം സ്റ്റേജ് തന്നെയാണ് കേട്ടോ. സുപ്രീം സ്റ്റേജ് ഇതിനകത്ത് ഒരു മികച്ചൊരു ക്യാരക്ടർ തന്നെയാണ്. സോ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം സീസണിലുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് സുപ്രീം സ്റ്റേജ് ആയി മാറുന്നത്, സാധാരണ സ്ട്രേഞ്ച് എങ്ങനെയാണ് സുപ്രീം സ്റ്റേജ് ആയി മാറുന്നത്. സോ ആ ഒരു സ്ട്രേഞ്ചിന് ഇതിനകത്ത് ഡയറക്റ്റ്ലി ഒരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ കൊടുത്തിട്ടുണ്ട്. അവസാനത്തോട്ട് വരുമ്പോൾ ആണ് മൂപ്പർക്ക് ആ ഒരു ക്യാരക്ടർ നല്ല ഇമ്പോർട്ടൻറ്റ് റോൾ കൊടുത്തിട്ടില്ല. ഇത് നല്ല ആ ഒരു ക്യാരക്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് വേണം പറയാം. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ലെഗസിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചർച്ച ചെയ്യില്ല, അല്ലെങ്കിൽ കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. സോ അങ്ങനത്തെ ഒരു പ്രോപ്പർ പാക്കേജ് തന്നെയാണ് വാട്ട് ഇഫ്. ഇത് കൂടുതൽ ഞാൻ ചെന്ന് പറയുന്നില്ല. ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും കണ്ട് ആസ്വദിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു മാർവൽ സ്റ്റുഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരു MCU ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെ ഈ വാട്ട് ഇഫ്. ഈ വാട്ട് ഇഫ് എന്ന സീസൺ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ വാട്ട് ഇഫ് സീസൺ ഇറങ്ങിയതിന് ശേഷം പെഗി കാർട്ടർ നമ്മുടെ ഡോക്ടർ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വന്നു. പിന്നെ സുപ്രീം സ്റ്റേജും ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളുള്ളതിൻ്റെ വാട്ട് ഇഫിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ ഈ വാട്ട് ഇഫ് സീസൺ 2 എന്തായാലും ഈ ഫ്യൂച്ചറിലേക്ക് തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഉറപ്പ് തന്നെയാണ്. അതിനുള്ള എക്സാമ്പിൾ തന്നെയായിരുന്നു ആ ലാസ്റ്റത്തെ ഒരു സീക്വൻസ്. ആ ഒരു ഒറ്റ സീക്വൻസ് കാണിച്ചിട്ടുള്ളൂ. അത് നിറഞ്ഞ് അപ്പത്തേക്കനെ കണ്ണും രോമാഞ്ചം എല്ലാം പടഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കിഡിലൻ സീരീസ്. സോ നിങ്ങൾ എന്തായാലും ലോക്കി സീസൺ എന്തായാലും കാണുന്നത് ഞാൻ പറയാം. ലോക്കി സീസൺ കണ്ടിട്ട് ഈ സീരീസ് കാണുക. ലോക്കി സീസൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു ഇപ്പം ചവർ ഇറങ്ങിയ സീരീസിൽ ഏറ്റവും ബെസ്റ്റ് സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം ലോക്കി സീസണിൽ. സോ അതിന് ശേഷം ഒരു കിഡിലൻ സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ വാട്ട് ഇഫ് തന്നെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വാട്ട് ഇഫ് തന്നെയാണ്. സോ വാട്ട് ഇഫും ലോക്കിയും കിഡിലൻ സീരീസ് തന്നെയാണ് ഞാൻ പറയുള്ളൂ. സോ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. സോ ഇനി വരാൻ പോകുന്ന സീരീസ് മാർവൽ സ്റ്റുഡിയോസിൽ എക്വാന്ന് തോന്നുന്നു. മേ ബി നെക്സ്റ്റ് ഇയർ ജനുവരിലാണ് വരുന്നത് കേൾക്കുന്നത്. സോ അത് കണ്ടന്റ് അറിയണം. സോ ഈ സീസൺ എന്തായാലും നിങ്ങൾ കാണുമെന്ന് എനിക്ക് പറയുന്നത്. അത്രക്കാലം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ MCUവിൽ തന്നെ. സോ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സിലൊക്കെ ഇതിനകത്ത് ലിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ കണ്ടിട്ട് എന്തായാലും കണ്ടോ, ഒരു മികച്ചൊരു MCUവിൻ്റെ അടുത്ത സീരീസ് തന്നെയാണ്. സോ മാർവൽസ് ബാക്ക് അത്ര പറയുള്ളൂ. മാർവൽ ഒരു കംബാക്ക് തന്നെയാണ്. ലോക്കി കൂടെ കണ്ടത്. സോ വാട്ട് ഇഫ് കൂടെ പിന്നെയും കൂടി തിരിച്ചു വന്ന് വേണം പറയാം. ഗംഭീരം തന്നെ, ഒന്നും പറയാനില്ല. സോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.